കോൺക്രീറ്റ് തൂണിളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കോന്നി ആനക്കൂട്ടിലാണ് അപകടം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. തൂണ് വീഴുന്നവൻ്റെ മണ്ടയിൽ അവൻ അടിയിലായിപ്പോയി. അങ്ങനെ തള്ള ഒരു ഓടിപ്പോയി എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോയി. ആ തൂണ് ഇളകി നിൽക്കുമായിരുന്നു. തൊട്ടതേ ഉള്ളൂ. കൊച്ചു പിടിച്ച എത്ര ഉണ്ടെന്നറിയാം. അത്ര ആ തൂണ് കൊച്ചു അടിയിലായിപ്പോയി. തൂണ് മണ്ടയിൽ വീഴും. ഞങ്ങൾ വന്ന് ഞാൻ എൻ്റെ വണ്ടി വിളിച്ചാണ് വന്നത്. എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവരും ഫാമിലി എല്ലാം കൂടെ വന്നു. കുഞ്ഞിൻ്റെ അമ്മയുണ്ട്. കുഞ്ഞിൻ്റെ തള്ള അവിടെ മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് എണീച്ച് തള്ള എടുത്തോട്ട് പോയി. അപ്പോൾ ആ സൈഡിലൊരു കോൺക്രീറ്റ് തൂണുണ്ടായിരുന്നു. 2-3 ഉണ്ട്. ആ തൂണെ പിടിച്ച് കുഞ്ഞിങ്ങനെ ഞാലി പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് തൂണ് പിടിച്ച് ഇങ്ങനെ പോരുന്നു. കുഞ്ഞിൻ്റെ തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയോട് ഫോൺ കുഞ്ഞിനെ എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തോണ്ടിട്ട് പോയി. അപ്പോഴേ ബ്ലഡ് കുറേ അങ്ങ് പോയി. ഒരുപാട് അങ്ങ് ബ്ലഡ് പോയി. ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ ഒരുപാട് കിടന്ന് വിളിച്ചിട്ട് ആരെയും കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്നേത് ഓടി. പിന്നെ അവരുടെ ഒരു സ്പില്ലോട്ട് അങ്ങ് കയറ്റി ചെയ്തു. CK അഭിലാൽ ചേരുന്ന വിവരങ്ങളുമായി. അഭിലാൽ, എപ്പോഴായിരുന്നു സംഭവം? അത്രയും ദുർബലാവസ്ഥയിലായിരുന്നു ഈ തൂണുണ്ടായിരുന്നത്? മോദി ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അടൂർ കടമ്പനാട് തൊഴിപ്പാട്ട് പടിഞ്ഞാറേതിൽ അജി ഷാരി ദമ്പതികളുടെ ഏക മകൻ 4 വയസ്സുകാരൻ അഭിരാമിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. രാവിലെ കുടുംബാംഗങ്ങൾ, അമ്മ അടക്കം ബന്ധുക്കൾ അടങ്ങുന്ന 8 അംഗ സംഘമാണ് രാവിലെ കടമ്പനാട്ടെ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. അവർ കല്ലേലി അപ്പൂപ്പൻകാവ് സന്ദർശിച്ച ശേഷം മടക്കയാത്രക്കിടയിൽ കോന്നി ആനക്കൂട്ടിൽ എത്തുകയായിരുന്നു. തുടർന്ന് ഈ ഏറെക്കുറെ 4 അടി ഉയരമുള്ള കോൺക്രീറ്റ് തൂണിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വേളയിൽ കോൺക്രീറ്റ് തൂൺ ഇളകി കുഞ്ഞിൻ്റെ ശരീരത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. തലഭാഗത്ത് തകർച്ച ഉണ്ടായി. അങ്ങനെ രക്തം വാർന്ന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഓടിക്കൂടിയ ബന്ധുക്കളും അതോടൊപ്പം തന്നെ വനം വകുപ്പിൻ്റെ ജീവനക്കാരുമായി ഉടൻ തന്നെ കുഞ്ഞിനെ തൊട്ട് അടുത്ത ക്യാമ്പസാണ് ജനറൽ ആശുപത്രിയുടേത്, കോന്നി താലൂക്ക് ആശുപത്രി. അവിടെ എത്തിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമാണ് ഉണ്ടായത്. പക്ഷേ അതിന് മുൻപ് തന്നെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 4 അടി ഉയരമുള്ള കോൺക്രീറ്റ് തൂണ് മുൻപ് അതിര് കല്ലായി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്നാൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പിന്നീട് ഇതിനെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. സാധാരണ ഒരു 4 വയസ്സുകാരൻ പിടിക്കുമ്പോൾ തന്നെ ഇളകി വീണു എങ്കിൽ അതിൻ്റെ ചുവട് കൃത്യമായ രീതിയിൽ ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ കോന്നി മേഖലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ദിവസവും എത്തുന്ന ഒരു സഞ്ചാര കേന്ദ്രത്തിൽ സംഭവമായിരുന്നു. കോന്നിയിലെ ആന വളർത്തൽ കേന്ദ്രത്തിൽ എത്തിയപ്പോഴാണ് 4 വയസ്സുകാരന് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. കോൺക്രീറ്റ് തൂണ് ഇളകി വീഴുകയായിരുന്നു അദ്ദേഹത്തേക്ക്. വിശദാംശങ്ങൾ നൽകിയത് CK അഭിലാലാണ്.